മുൻ KSRTC ഡ്രൈവർ യദുവിനെ ആക്രമിച്ച കേസിൽ തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് ബാലുശ്ശേരി MLA-യുമായ സച്ചിൻ ദേവ് എന്നിവർ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകണം. മൂവരെയും ഒഴിവാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിൽ യദു നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇവർക്ക് നോട്ടീസ് അയച്ചിരുന്നത്. തിരുവനന്തപുരം നഗരത്തെ പിടിച്ചുലച്ച KSRTC ഡ്രൈവർ ഒപ്പം മേയർ തർക്കത്തിൽ നിർണായക വഴിത്തിരിവ്. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA എന്നിവരുൾപ്പെടെയുള്ളവർ ഇന്ന് കോടതിയിൽ നേരിട്ടോ അഭിഭാഷകർ മുഖേനയോ വിശദീകരണം നൽകും. ഡ്രൈവർ യദുവിനെ നടുറോട്ടിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന കേസിൽ ആര്യയെയും സച്ചിൻ ദേവിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് പോലീസ് നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നും ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് യദു നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചത്. ബസിലെ CCTV മെമ്മറി കാർഡ് അട്ടിമറിച്ചതിലും അന്വേഷണം അപര്യാപ്തമാണെന്ന യദുവിന്റെ വാദം കോടതി ഗൗരവത്തോടെയാണ് കാണുന്നത്. പോലീസിനെതിരെ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായെന്ന ആക്ഷേപം ശക്തമായിരിക്കെ ഇന്നത്തെ കോടതി നടപടികൾ കേസിൽ അതീവ നിർണായകമായിരിക്കും.